നിങ്ങൾ ഇതിനകത്ത് ഈ പല വിലപിടിപ്പുള്ള സാധനങ്ങളായിട്ട് യാത്രകൾ പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ സേഫ്റ്റി ഒക്കെ എങ്ങനെ നോക്കുന്നത്? ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടില്? ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മളത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു സമയത്ത് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഓടാതിരിക്കുകയും പിന്നെ വിജനമായ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്താതിരിക്കുകയൊക്കെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പിന്നെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയുള്ളടത്ത് വണ്ടിക്കാരെ രാത്രിക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഓടുകയല്ല. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി ഒതുക്കിച്ച് വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ എടുക്കുകയുള്ളൂ. ആ ഒരു ഇടസമയത്ത് ഓടത്തില്ല. പിന്നെ ഈ ഒതുക്കുന്ന സ്ഥലവും അതുപോലെ സേഫായിട്ടുള്ള സ്ഥലത്ത് വല്ല നല്ല ദാവയോ അല്ലെ പമ്പോ അങ്ങനെയുള്ള അടുത്ത് കൊണ്ട് ഒതുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഡീസൽ പോവും, സ്റ്റെപ്പിന് പോവും, ബാറ്ററി പോവും, പല സാധനവും ഡീസൽ ഒരു ഊരി കൊണ്ടുപോകും. പിന്നെ ഡീസലൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അത് ലോക്കിട്ട് വെക്കത്തില്ലേ? ലോക്കൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചോണ്ട് പോകും. ആണോ? ഞങ്ങൾ വന്ന വണ്ടിയൊന്നും പോയിട്ടില്ല, നമ്മുടെ വേറെ വണ്ടിയൊന്നും പോയിട്ടുണ്ട്. അത് ഈ ഡ്രൈവർമാരുടെ പരിചയക്കുറവ് അതിനകത്ത് ഒരു മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി വരുന്ന ഒരാളെ നമ്മൾ വണ്ടി ഏൽപ്പിച്ച് വിടുകയല്ല. കാര്യം വെച്ചാൽ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളൊരിടത്ത് കൊണ്ട വണ്ടി വേണ്ട, നമ്മളൊരു വണ്ടി ഈ അകലെ ഈ ഇവിടെ ഇല്ല, നമ്മുടെ അങ്കോളയില്ലേ, അങ്കോളയ്ക്ക് അപ്പുറം 2 ഡ്രൈവർമാർ പരിചയമില്ല. അവർ ഉറക്കം വന്നിട്ട് അവിടെ കൊണ്ട് നിർത്തി 2 വണ്ടി ഒരുമിച്ച് പോയിട്ട് ഇവർ 2 പേരും ഇങ്ങോട്ട് അവിടെ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങിയതാണ്. 2 വണ്ടിയിൽ നിന്നും ഡീസലും പോയി. എന്ന് പറഞ്ഞാൽ ഫുള്ളാക്കി മകയിന്ന് ഫുൾ ചെയ്ത് പോയ വണ്ടിയാണ്. 10-250 ലിറ്റർ ഡീസൽ വെച്ച് 2 വണ്ടിയിൽ നിന്നും പോയി. എന്നിട്ട് ബാഗിലെ ബ്രേക്ക് ലൈറ്റ് വരെ അഴിച്ചുകൊണ്ട് പോയി. ഭാരത് ബെൻസിൻ്റെ ബ്രേക്ക് ലൈറ്റിന് ഒരു 3500 രൂപ ഒരു ലൈറ്റിന് ബാഗിൽ, അത് വരെ അഴിച്ചുകൊണ്ട് പോയി. ഓക്കെ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ? വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ട്രക്കിൽ പോയി ട്രക്ക് ഓടിച്ചോ? ഇല്ല, ട്രക്ക് ഓടിച്ച് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഹോൾട്ട് സ്റ്റേഷനുകൾ കാണാൻ പറ്റും. നമുക്ക് ഈ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഹൈവേയുടെ സൈഡിൽ പെട്രോൾ പമ്പും റെസ്റ്റോറൻറ്റും അങ്ങനെ. ഇപ്പോൾ നമ്മൾ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അതേപോലത്തെ ആ ഒരു സംഭവം വളരെ കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം അവൈലബിൾ ആയിരിക്കും. പിന്നെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കുളിമുറികളുണ്ടാവും. പിന്നെ അവർക്ക് ക്യാൻറ്റീൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്രയും ട്രക്കുകൾ ഉണ്ടായിട്ടും ഈ ഒരു സംഭവം പോപ്പുലറായിട്ട് വന്നിട്ടില്ലല്ലോ. അതിൻ്റെ റീസൺ എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ. എല്ലായിടത്തും ട്രക്ക് പാർക്കിങ്ങും ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹൈവേകളിലുണ്ട്. ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ലോറി അകത്തോട്ട് കയറ്റുക പോലും ചെയ്യാതെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പം എല്ലാം പണിത് ലോക്ക് ചെയ്ത് സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. ലോറി ഒന്നും വരാതിരിക്കാൻ കയറുന്നിടം എല്ലാം നല്ലപോലെ ബ്ലോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഹൈവേയിലും നിങ്ങൾ ഇനി ചുമ്മാ പോകുമ്പോഴാണെങ്കിലും ചുമ്മാ നോക്കിയാൽ മതി, ബോർഡുണ്ടായിരിക്കും. അതിപ്പോൾ മോളോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും. എന്നുവെച്ചാൽ ട്രക്ക് പാർക്കിംഗ് അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയ എന്നും പറഞ്ഞിട്ട് ബോർഡ് കാണും. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ. അന്നേരം നമ്മളിത് അപ്പുറം ഉണ്ടല്ലോ, അവിടെ നിർത്താൻ കൊണ്ട് കണ്ടില്ല. അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഓരോ 2 കിലോമീറ്ററിൻ്റെ ഉണ്ട്, അത് കഴിയുമ്പം 1 കിലോമീറ്ററിന് ബോർഡുണ്ട്, അത് കഴിയുമ്പോൾ 500 മീറ്റർ എന്നുണ്ട്, 100 മീറ്റർ 200 മീറ്റർ ഇതെല്ലാം ഉണ്ട്. അവിടെ ചെല്ലുമ്പം എല്ലാം നല്ലപോലെ പണിത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ടോൾ പിരിക്കുന്ന കമ്പനിയല്ലേ അത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടോള് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആണ്. അപ്പോൾ ടോൾ പിരിക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷെ ഞാനത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ അവർ ഇത് പണിത് അതാത് ലോക്കലിലുള്ള ഇപ്പോൾ കളക്ടറുടെ അണ്ടറിലെങ്ങാണ്ട് നോക്കുന്ന എന്തോ ഒരു വിങ്ങുണ്ട്, അവരെ ഇത് ഏൽപ്പിച്ചേക്കാണെന്നുള്ള അറിയാൻ സാധിച്ചത്. എന്നാണല്ലോ അവരിത് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ ലോക്ക് ചെയ്തിട്ടേക്കാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഹൈവേ സൈഡ് ലോറിക്കാർക്കൊന്ന് കിടന്ന് ഉറക്കം വന്നു. ഈ ട്രക്ക് പാർക്കിംഗ് ഉണ്ട്, അതിനകത്ത് കയറ്റിയിട്ട് കിടന്ന് ഉറങ്ങാം. ഇത് ചില സ്ഥലങ്ങളിലൊന്നും ഡാബുകളോ പമ്പുകളൊന്നും ചില പമ്പുകളിലൊന്നും ഇടാൻ ആൾക്കാർ സമ്മതിക്കില്ല. വലിയ പമ്പാണെങ്കിൽ മാത്രമേ അതിനകത്ത് കയറ്റി ലോറി ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല ഇടാൻ. അപ്പോൾ എന്ത് ചെയ്യും, റോഡ് സൈഡിൽ ഉറക്കം വന്നിട്ട് ഡ്രൈവർമാർ നിർത്തിയിട്ട് കിടന്നുറങ്ങും. വേറെ വണ്ടിക്കാർ വന്ന് ഇതിൻ്റെ കയറി ഇടിക്കും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവന് ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരു 12 മണിക്കും ഒരു 6 മണിക്കും ഇടയ്ക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊരു മയക്കത്തിലായി വണ്ടി വരുന്നതല്ല. അപ്പോൾ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന വണ്ടിയൊക്കെ കാണാതെ വന്നിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ആരും ഇവിടെ നോക്കാനും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ തന്നെ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് ഉറക്കം വരുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി കിടക്കാമെന്ന് ഓർത്ത് എത്ര സമയം നോക്കിയാലും ഒരു സ്ഥലം കണ്ടു കിട്ടുന്നതെന്നറിയോ. നല്ലപോലെ സേഫായിട്ട് കിടക്കാവുന്ന ഒരു സ്ഥലവും വേണമല്ലോ. എന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയൊന്നും വന്ന് ഇടിക്കരുത്, പിന്നെ കള്ളന്മാരുണ്ടാവരുത്. ഇതൊക്കെയുള്ള അത് ട്രക്ക് പാർക്കിങ്ങിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാം, ഒന്ന് കയറ്റിടാൻ പോലും പറ്റുകയില്ല. ഇനി അഥവാ ഓപ്പണായിട്ട് കിടക്കുന്നിടത്താണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാവില്ല, ടോയ്ലറ്റൊക്കെ ഉണ്ടായിരിക്കും, എല്ലാം നശിപ്പിച്ച് ക്ലീനൊന്നും ചെയ്യാതെ നാശമായി വെള്ളമൊന്നും കാണത്തില്ല. അത്ര മോശം അവസ്ഥയാണ്.
അത് ഇഷ്ടം പോലെ ഉണ്ട്, പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാ ഏറ്റവും ശരിക്കും അത് നല്ലപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രയ്ക്ക് നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അത്രയ്ക്ക് അതുപോലെ ഉണ്ട്. ചിലടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, വാഷ്റൂം ഒന്നും കാണത്തില്ല. അത് ഏറ്റവും ബുദ്ധിമുട്ട്. മെയിൻ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നും. കൂടുതലും പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലും ആൻധ്രയിലും ഒക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ഇപ്പം. ഓക്കെ. ബാക്കിയുള്ളിടത്തൊക്കെ കണക്കാം. പിന്നെ കർണാടകയിൽ ഈ നമ്മുടെ ഈ തീരദേശത്ത് മറ്റേ ഈ ആംഗോള ആ ഗോവ റൂട്ടിലുള്ളിടത്തൊക്കെ കുറച്ച് അവിടെയുണ്ട്. ബാക്കിയുള്ളിടത്തോട്ടൊക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങൾ ആ INB ട്രിപ്പ് പോയ സമയത്ത് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. പ്രത്യേകിച്ച് നമ്മൾ കശ്മീരും ലഡാക്കൊക്കെ പോയ സമയത്ത്, അരുണാചലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് കിട്ടാനുള്ള കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അറിയാം, ചിലപ്പോൾ കുഴിക്കൊക്കെ വൃത്തി ഉണ്ടാവില്ല. പല തവണ ശ്വേതയ്ക്ക് ഞങ്ങൾ വണ്ടി റോഡിൽ ഒതുക്കി കാറിൻ്റെ ഡോറ് രണ്ടും തുറന്നിട്ട് അതിനിടയ്ക്കിരുന്ന് മൂത്രമൊഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ആണുങ്ങൾ പോയി മൂത്രമൊഴിക്കുന്നതല്ലേ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്.